ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. അതിൽ ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഫെബ്രുവരി ആദ്യവാരം പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള സൂചനകളാണ്. സിറ്റിംഗ് സംവരണ സീറ്റുകളിലെ പട്ടികയാണ് കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിക്കാൻ പോകുന്നത്. പാലക്കാട് തൃപ്പൂണിത്തുറ സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീടായിരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതേസമയം മത്സരിക്കാനില്ലെന്ന് കെ ബാബു നേരത്തെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എൽദോസ് കുന്നപ്പിള്ളിയെ പെരുമ്പാവൂരിൽ നിന്നും മാറ്റില്ല എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ സ്ഥാനാർത്ഥിയാകും. ഡി ധനസുമോദ് വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. സുമോദ്, ഫെബ്രുവരി ആദ്യവാരം എന്ന് പറയുമ്പോൾ ഇനി അധികം ദിവസങ്ങളിൽ, അപ്പോൾ ഏറെക്കുറെ ഒരു ധാരണയായിട്ടുണ്ട് സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിൽ. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ പെരുമ്പാവൂരിൽ നിന്ന് മാറ്റിയേക്കുമുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എൽദോസിനെ പെരുമ്പാവൂരിൽ തന്നെ തുടരാൻ പാർട്ടി തീരുമാനിക്കുന്നതൊപ്പം ഉമാ തോമസിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ഇപ്പോൾ ഒരു പ്രാഥമിക ധാരണ ഇക്കാര്യത്തിൽ സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിലും സംവരണ സീറ്റിലും ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് യോഗം ചേർന്നിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ചെറിയ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് എൽദോസ് കുന്നപ്പള്ളിയെ അവിടെ നിന്ന് ഇപ്പോൾ നേതാക്കന്മാർ ഇറങ്ങുകയാണ്. പ്രധാനപ്പെട്ട യോഗത്തിന് വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നെന്താണ് പ്രധാനപ്പെട്ട യോഗം? ഈ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ട ചർച്ച ഇന്നുണ്ടാവുമോ? സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയാണ് നേതാക്കന്മാർ ഇന്ന് ഡൽഹി കേരള ഹൗസിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങളോട് ഇവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 2:30-ക്കാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഖാർഗെയുടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലായിരിക്കും യോഗം നടക്കുന്നത്. ഇവിടെ പ്രാഥമിക ഒരു ധാരണയായിരിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ കെ ബാബു മത്സരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കാരണം ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അറിയിച്ചിരിക്കുന്നത്. അതേസമയം തൃക്കാക്കരയിൽ ഉമാ തോമസ് മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം ഉമാ തോമസ് ആരോഗ്യ പ്രശ്നങ്ങൾ വിലയിരുത്തി അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് കരുതിയിരിക്കുന്നത്. അതായത് ഇനി ഏതെങ്കിലും കാരണവശാൽ ഉമാ തോമസ് അവിടെ മത്സരിക്കാതിരുന്നാൽ ആ സീറ്റ് DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിന് നൽകണം എന്നാണ് ഒരു ധാരണ ഉള്ളത്. പക്ഷേ ഉമാ തോമസ് തന്നെ ഈ മത്സരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം അവർക്കില്ല എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ തന്നെ മത്സരിക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഒഴിച്ചിടാൻ പോകുന്ന ഒരു സീറ്റ് പാലക്കാടായിരിക്കും. പാലക്കാട് ഇതിനകം തന്നെ ഇത് സ്ഥാനാർത്ഥി തീരുമാനം രണ്ടാം ഘട്ടത്തിൽ മാത്രം തീരുമാനമെടുത്താൽ മതി. അവിടെ ഏതായാലും രാഹുൽ മാങ്കുട്ടത്തിനെ മത്സരിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രാഥമിക ധാരണകളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംവരണ സീറ്റുകളിലെ ഒരു സ്ഥാനാർത്ഥിത്വം, സിറ്റിംഗ് സീറ്റിലെ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് കേരള നേതാക്കന്മാരെടുത്തിരിക്കുന്നത്. സാധാരണ കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും സ്ഥാനാർത്ഥി ആര് എന്നുള്ള ഒരു തർക്കം കേരള ഹൗസ് കേന്ദ്രീകരിച്ച് സാധാരണ നടക്കാറുണ്ട്. ആ തരത്തിലുള്ള തർക്കത്തിലേക്ക് പോകണ്ട. അതിനു മുമ്പ് തന്നെ, ഒരു മാസം മുമ്പ് തന്നെ പ്രഖ്യാപനത്തിന്, നിയമസഭാ പ്രഖ്യാപനത്തിന് ഒരു മാസം മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ളൊരു കർശന തീരുമാനം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രാഥമിക ചർച്ച മാത്രമായിരിക്കും. അതായത് മുഴുവൻ സീറ്റുകളിലേക്കുമുള്ള ചർച്ച നടക്കില്ല. അതിനപ്പുറത്തേക്ക് ലീഗ് മറ്റ് ചില സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യത, മറ്റ് ഘടകകക്ഷികൾക്ക് നൽകേണ്ട സീറ്റുകളിൽ അതിൽ ഏതെങ്കിലും മാറ്റം ഉണ്ടാവും, അത്തരം ചർച്ചകളൊക്കെ ഈ ഘട്ടത്തിൽ തന്നെ നടക്കുമോ, അതോ വീണ്ടും ഒരു ചർച്ചയിലൂടെ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനാണോ പദ്ധതി? ഈ ഉഭയകക്ഷി ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സീറ്റുകളിൽ ഇനി വെച്ച് മാറേണ്ട ചില സീറ്റുകളുണ്ട്. മുസ്ലിം ലീഗുമായി ചില ധാരണ ഇനി ഉണ്ടാകേണ്ടതുണ്ട്. അതായത് നിലവിലെ ഒരു സീറ്റുകളിലെ എണ്ണത്തിൽ മാറ്റം വരുത്താതെ ഒരു ജയസാധ്യത എന്നുള്ളൊരു കാര്യം കൃത്യമായി പരിഗണിച്ചുകൊണ്ട് മുസ്ലിം ലീഗ്, RSP എന്നീ പാർട്ടികളുമായി ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ എത്രത്തോളമാണ് ഈ ചർച്ച പൂർത്തിയായിരിക്കുന്നത്, അത് മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഹൈക്കമാൻഡിന് ഇന്ന്
ധരിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ ഓരോ ദിവസങ്ങളായി യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അസമിലെ യോഗം കഴിഞ്ഞു. ഇനി കാര്യം അസമും കേരളവും ഈ പിടിക്കാൻ, അതായത് ഉറപ്പായും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഹൈക്കമാൻഡിന് ഉറപ്പുള്ള രണ്ട് സംസ്ഥാനങ്ങൾ തന്നെയാണ് അസമും കേരളവും. അതിൽ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതായത് എംപിമാർ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു അഭിപ്രായം KPCC ആയി അറിയിക്കാതെ അത് ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇവർ എത്തിയിരിക്കുന്നത്.